അനന്തന്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം. അപ്പൂപ്പൻ എന്നാണ് ശേഷനാഥം അറിയപ്പെടുന്നത്. ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിന്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ മഹാഗണപതി, ദുർഗ, ഭദ്രകാളി, പരമശിവൻ, ധർമ്മശാസ്താവ് എന്നീ ഉപദേവതകളുണ്ട്. കേരളത്തിലെ അതിപുരാതനവും അന്താരാഷ്ട്ര പ്രശസ്തവുമായ നാഗരാജാവിനുള്ള ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. 9 ഏക്കർ പ്രദേശത്തായി നിറഞ്ഞു നിൽക്കുന്ന കാവുകൾക്കുള്ളിൽ കിഴക്കോട്ട് ദർശനമായി മണ്ണാറശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ശിവസർപ്പവും മഹാദേവന്റെ കണ്ഠാഭരണവുമായ വാസുകിയും നാഗാമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യ പ്രതിഷ്ഠകൾ. 2 നാഗരാജാവിന്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ. ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിന്റെ നിലവറയിൽ മഹാവിഷ്ണുനാഗവും മഹാവിഷ്ണുവിന്റെ ശയനവുമായ നാഗരാജാവായ അനന്തൻ ആദിശേഷൻ കുടികൊള്ളുന്നു. നാഗദേവതകളുടെ വിശ്വാസികൾക്ക് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം. ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് മണ്ണാറശാല ഇല്ലത്തെ തലമുതിർന്ന സ്ത്രീയാണ്. വലിയമ്മ എന്ന പേരിലാണ് ഈ പുരോഹിതയായ അന്തർജനം അറിയപ്പെടുന്നത്. നാഗരാജാവിന്റെ അമ്മയുടെ സ്ഥാനമാണ് വലിയമ്മക്ക് സങ്കല്പിച്ചിരിക്കുന്നത്. മക്കളില്ലാതെ വിഷമിച്ച ഇല്ലത്തിലെ തികഞ്ഞ ഭക്തയായ അമ്മക്ക് മകനായി നാഗരാജാവായ അനന്തൻ അവതരിച്ചു എന്നാണ് കഥ. ഈ ക്ഷേത്രത്തിൽ ഉരുളി കമഴ്ത്തൽ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ അനേകകാലം ചികിത്സ ചെയ്തിട്ടും കുട്ടികളുണ്ടാകാത്ത ദമ്പതിമാർക്ക് സന്താനഭാഗ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. കൂടാതെ കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കും മക്കളുടെ അഭിവൃദ്ധിക്കും സർപ്പദോഷം അകലുമെന്നുള്ള വിശ്വാസവും ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. തുലാമാസത്തിലെ ആയില്യത്തിനാണ് ഇവിടെ പ്രാധാന്യം. ഒരിക്കൽ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളാൻ തടസ്സമുണ്ടായതിനാൽ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് കന്നിമാസത്തിലെ ആയില്യം മാറ്റി ഇവിടെ തുലാമാസത്തിൽ ആയില്യം ആഘോഷിക്കുന്ന രീതി തുടങ്ങിയത്. കന്നിമാസത്തിലും തുലാമാസത്തിലും നടത്തുന്ന ആയില്യ പൂജകൾ 12 ദിവസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പൂജകളാണ് ഉള്ളത്. സന്താനങ്ങളില്ലാത്തതിന്റെ ദുഃഖവുമായി കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ ദമ്പതികളായ വസുദേവനും ശ്രീദേവിയും സന്താനലബ്ധിക്കായി സർപ്പരാജാവിനെ പൂജിച്ചു വരികയായിരുന്നു. ഈ സമയത്ത് നാഗരാജാവിന്റെ അധിവാസ സ്ഥലത്ത് കാട്ടുതീയുണ്ടായി. തീയിലകപ്പെട്ട സർപ്പങ്ങളെ ദമ്പതികൾ പരിചരിച്ചു. ദമ്പതികളുടെ പരിചരണത്തിൽ സർപ്പദേവങ്ങൾ സന്തുഷ്ടരായി. കാട്ടുതീ അണഞ്ഞ മണ്ണാറിയശാല മണ്ണാറശാലയായി എന്ന് ഐതിഹ്യം. 5 മന്ദാരച്ചെടികൾ നിറഞ്ഞ ശാല മണ്ണാറശാലയായെന്ന് മറ്റൊരു വിശ്വാസവുമുണ്ട്. 5 ശ്രീദേവി അന്തർജനം 5 തലയുള്ള സർപ്പശിശുവിനും മനുഷ്യശിശുവിനും ജന്മം നൽകിയെന്നും മനുഷ്യശിശു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നപ്പോൾ സർപ്പരൂപത്തിൽ ഇല്ലത്ത് സഞ്ചരിക്കുവാൻ കഴിയില്ലെന്ന് പറഞ്ഞ നാഗരാജാവ് ശാന്തമായ ഏകാന്ത സങ്കേതത്തിലേക്ക് നീങ്ങിയെന്നും ഐതിഹ്യം. സർപ്പദേവതകളോടുള്ള ഭക്തിയാണ് സർപ്പപൂജ. ഈ പാരമ്പര്യം പ്രത്യേകിച്ച് മതത്തിലും പുരാണങ്ങളിലും പുരാതന സംസ്കാരങ്ങളിലും ഉണ്ട്. പാമ്പുകളെ അറിവിന്റെയും ശക്തിയുടെയും നവീകരണത്തിന്റെയും ഉടമകളായി കണ്ടിരുന്നു. ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയും പരിസരവും അതുല്യമാണ്. ക്ഷേത്രത്തിലേക്കുള്ള ഇടതൂർന്ന കാനനപാതയിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ തോപ്പിലുടനീളം സ്ഥാപിച്ചിരിക്കുന്ന പാമ്പുകളുടെ ചെറിയ ശിലാവിഗ്രഹങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും. തലമുറകളായി ഭക്തർ സമർപ്പിക്കുന്ന വഴിപാടുകളാണ് ഈ നാഗവിഗ്രഹങ്ങൾ. ക്ഷേത്രം ശാന്തമാണ്. പ്രകൃതിയുടെ ശബ്ദങ്ങൾ ആത്മീയ അനുഭവം നൽകുന്നു. മധ്യഭാഗത്തെ ശ്രീകോവിലിൽ നാഗരാജാവും നാഗയക്ഷിയും ഉണ്ട്. സമ്പത്തിനും ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള തങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് വിശ്വസിച്ച് ഭക്തർ നാഗദൈവങ്ങളുടെ പാദങ്ങളിൽ മഞ്ഞളും പാലും പൂവും സമർപ്പിക്കുന്നു. മണ്ണാറശാലയിൽ നടക്കുന്ന പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് ഉരുളി കമഴ്ത്തൽ. പ്രത്യുൽപാദനത്തിനായി സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം തേടുന്നതിനായി ശ്രീകോവിലിൽ ഒരു പ്രത്യേക പിച്ചൾ പാത്രം തലകീഴായി സ്ഥാപിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. കുട്ടികൾക്കായി കൊതിക്കുന്ന ദമ്പതികൾ ഈ ആചാരം അനുഷ്ഠിക്കുന്നതിനായി ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. ക്ഷേത്രാചാരങ്ങളിൽ വലിയ അമ്മ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അവളുടെ അനുഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ശക്തമായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രം സ്ഥാപിതമായപ്പോൾ നാഗരാജാവ് കുടുംബനാഥയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ക്ഷേത്രത്തിന്റെ ചുമതല അവളെ ഏൽപ്പിച്ചു എന്നാണ് ഐതിഹ്യം. അന്നുമുതൽ വലിയ അമ്മയുടെ സ്ഥാനം തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു.